സർ സാർ ഇങ്ങനെ തുടർച്ചയായ മദ്യനയം അതിന്റെ പ്രാഥമികമായിട്ടുള്ള കാര്യം പോലും ആലോചിച്ചിട്ടില്ല എന്ന് ഞാനിവിടെ ആരംഭത്തിൽ തന്നെ വ്യക്തമാക്കി. മദ്യനയം ആവിഷ്കരിക്കുന്നത് എക്സൈസ് വകുപ്പാണ്. എക്സൈസ് മന്ത്രി സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി നടത്തുന്ന ചർച്ചയിലൂടെയാണ്. ആ ചർച്ച അതിന്റെ തീയതി പോലും ആലോചിച്ചിട്ടില്ലാത്ത കാലത്താണ് ഇത്തരം വാർത്തകൾ വന്നുകൊണ്ടിരുന്നത്. ആ വാർത്തകളെ തുടർന്നാണ് ഇത്തരം ഒരു വോയിസ് ക്ലിപ്പും വന്നിട്ടുള്ളത്. ഇതില് ഇപ്പൊ അടുത്ത ദിവസമാണ് തീയതി നിശ്ചയിച്ചത്. ജൂൺ 12, 13 തീയതികളിൽ ആദ്യ ഘട്ടം പുതിയ മദ്യനയം ആവിഷ്കരിക്കുന്നതിന്റെ ആദ്യത്തെ ചുവടുവെപ്പ് സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ടുള്ള ചർച്ച നടക്കാനിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജനിക്കാത്ത കുഞ്ഞിന്റെ ജാതകം ചമയ്ക്കുകയാണ് എന്ന്. ഞാൻ ആ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. ടൂറിസം ഡയറക്ടറുടെ യോഗത്തെക്കുറിച്ചും ചീഫ് സെക്രട്ടറിയുടെ യോഗത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. ചീഫ് സെക്രട്ടറിയുടെ പത്രക്കുറിപ്പ് കൂടെ വായിച്ചു. എന്താണതിൽ പറഞ്ഞത്? സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഈ ആവശ്യം ഉയർന്നു വന്നിട്ടുണ്ടെന്നുള്ളതാണ്. അതിപ്പോ വന്നതാണ്. എത്രയോ കാലമായിട്ട് ഉന്നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതല്ലേ? എത്രയോ കാലമായിട്ട് ഉന്നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള ഈ ആവശ്യങ്ങൾ. ഇനി ഇവിടെ പ്രധാനമായിട്ട് ഉന്നയിച്ച ഒരു ആരോപണം ടൂറിസം വകുപ്പ് മദ്യനയത്തിൽ ഇടപെട്ടു എന്നതാണ്. ഞാനതിന്റെ അധിക്ഷേപം, പരിഹാസം തുടങ്ങിയ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. വസ്തുതകളിലേക്ക് മാത്രം വരാം. ടൂറിസം വകുപ്പ് ഇടപെട്ടു എന്നുള്ളതാണല്ലോ ആക്ഷേപം. സർ, ടൂറിസം ഇൻഡസ്ട്രിയും മദ്യവ്യവസായവും തമ്മിൽ ഏത് കാലത്താണ് സർ ബന്ധമില്ലാത്തത്? എല്ലാ സർക്കാരുകളും ആ ബന്ധം കണക്കിലെടുത്തിട്ടല്ലേ നയം ആവിഷ്കരിച്ചിട്ടുള്ളത്? ഞാനിപ്പോ ഇവിടെ ഉദ്ധരിക്കുന്നത് 2015 മാർച്ച് 17 അന്നത്തെ എക്സൈസ് വകുപ്പ് മന്ത്രി, അദ്ദേഹം ഈ സഭയിൽ ഇപ്പോഴും ഉള്ളയാളാണ്, അദ്ദേഹം നൽകിയ ഒരു മറുപടിയാണ്. സ്റ്റാർ ക്വസ്റ്റ്യൻ നമ്പർ 152. സംസ്ഥാനത്തിന്റെ തൊഴിൽ മേഖലയിലും വിനോദസഞ്ചാര മേഖലയിലും ഹോട്ടൽ വ്യവസായ മേഖലയിലും ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ സംബന്ധിച്ച് പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുവാൻ ടൂറിസം തൊഴിൽ വകുപ്പ് സെക്രട്ടറിമാരെ ചുമതലപ്പെടുത്തിയിരുന്നു. അപ്പോ നിങ്ങളുടെ ഗവൺമെന്റിന്റെ കാലത്ത് ടൂറിസം സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയാൽ അത് ആഹാ, ഇപ്പൊ ഓഹോ അല്ലേ? എന്തിനെ കുറിച്ചാണെന്ന് പറയാം. നിങ്ങൾ ചോദിക്കാൻ വേണ്ടിയല്ലേ ഞാൻ ആദ്യം പറയാതിരുന്നത്. എന്തിനെ കുറിച്ചാണെന്ന് പറയാം. ചോദ്യം എന്താണ്? ടൂറിസം തൊഴിൽ മേഖലയിൽ മദ്യനയം സൃഷ്ടിച്ച തിരിച്ചടികൾ. ഏത് മദ്യനയം? 2014 നിങ്ങളുടെ മദ്യനയം. തിരിച്ചടികൾ പഠിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിച്ചിട്ടുണ്ടോ? എങ്കിൽ സമിതിയുടെ പരിഗണനാ വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമാക്കാമോ? അതാണ് ചോദ്യം. ആ ഉത്തരം നൽകിയ ആളോട് ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ ഒരു സംശയം ഉണ്ടാവില്ല. ഞാനിതിന്റെ അവസാന ഭാഗം മാത്രമേ വായിച്ചുള്ളൂ. മുഴുവൻ വായിച്ച് സമയം കളയാതിരുന്നതാണ്. മദ്യനയത്തിലെ വ്യവസ്ഥകൾ പൂർണ്ണമായി നടപ്പാക്കുമ്പോൾ പ്രവർത്തിച്ചു വരുന്ന 5 സ്റ്റാർ ഒഴികെയുള്ള ബാർ ഹോട്ടലുകളുടെ ലൈസൻസ് റദ്ദ് ചെയ്യപ്പെടുമെന്നതിനാലും സംസ്ഥാനത്തിന്റെ തൊഴിൽ മേഖലയിലും വിനോദസഞ്ചാര മേഖലയിലും ഉണ്ടാവുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ച് പഠിക്കാനും ആണ്. അപ്പൊ ടൂറിസം വകുപ്പ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഡയറക്ടർ ഒരു യോഗം ചേർന്നതിനാണ് ഈ കോലാഹലം ഉണ്ടാക്കുന്നത്. നിങ്ങൾ ചുമതലപ്പെടുത്തുകയാണ് ചെയ്തത്. മദ്യനയത്തിൽ അഴിമതി ആരോപണം നിയമസഭയിൽ ഉന്നയിച്ചിരിക്കുകയാണ് പ്രതിപക്ഷം. റോജി എം ജോണാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. എന്നാൽ മദ്യനയത്തിൽ പ്രാഥമിക ചർച്ച പോലും നടന്നിട്ടില്ല എന്നാണ് എക്സൈസ് മന്ത്രി എം വി രാജേഷ് പറഞ്ഞത്. ടൂറിസം ഡയറക്ടറുടെ നേതൃത്വത്തിൽ വിഭവ സമാഹരണവുമായി ബന്ധപ്പെട്ട സെക്രട്ടറിമാരുടെ യോഗം ആണ് ചേർന്നത് എന്നുള്ളതാണ് സർക്കാരിന്റെ മറുപടി.